CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ അറസ്റ്റ് ചെയ്തതിൽ ജില്ലയിലെങ്ങും പ്രതിഷേധം. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പ്രകടനവും യോഗവും നടന്നു. ബുധനാഴ്ച രാവിലെ ടൗൺ സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത ശേഷമാണ് പി ജയരാജനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. TV രാജേഷ് MLA ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാവാൻ നോട്ടീസ് നൽകിയപ്പോൾ തന്നെ കേസിൽ പി ജയരാജൻ പ്രതിയാകുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. CPM നേതാക്കൾക്കും അഭിഭാഷകർക്കുമൊപ്പമായിരുന്നു പി ജയരാജൻ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പിൽ ഹാജരായത്. ക്രിമിനൽ ഗൂഢാലോചന അറിഞ്ഞിട്ടും തടയാതിരുന്ന കുറ്റത്തിന് IPC 118 വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കനത്ത പോലീസ് സംരക്ഷണയിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹാജരാക്കി. 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് മുജീബ് റഹ്മാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ ഉത്തരവിട്ടു. ജയരാജനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കോടതി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. തുടർന്ന് 12:30 ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുറത്തുണ്ടായിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് വാഹനത്തിന് മുന്നിൽ നിലയുറപ്പിച്ചു. പോലീസ് വാഹനത്തിന് ഇടിച്ചും അടിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തി. കോടതിയിലേക്കുള്ള വഴിനീളെ സംഘർഷാവസ്ഥയായിരുന്നു. പോലീസ് സ്റ്റേഷനും SP ഓഫീസിനും വാഹനത്തിനും കല്ലേറുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശി ഗ്രനേഡ് പ്രയോഗിച്ചു. സ്റ്റേഡിയം പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഷട്ടർ താഴ്ത്തി. കോടതിക്ക് മുന്നിലും അക്രമാസക്തരായവർ ഫോറൻസിക് ലാബിന് കല്ലെറിഞ്ഞു. ജില്ലയിൽ പലയിടത്തും സംഘർഷാവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. CPM ജില്ലാ സെക്രട്ടറി പി ജയരാജനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിന് പ്രതിഷേധിച്ച് CPM ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം നൽകി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലെന്ന് CPM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ അറിയിച്ചു.